നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ശിരൂരില് അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഡ്രഡ്ജറൊക്കെ ഉപയോഗിച്ച് അവിടെയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മണ്ണ് നീക്കി അങ്ങനെയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഇരുമ്പ് കഷ്ണം കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടി. അത് ലോറിയുടെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്നു. പലരും പറയുന്നത് അർജുൻ്റെ ശരീരം ഒരുപക്ഷെ ലോറിക്കകത്ത് തന്നെ ഉണ്ടാകാം എന്നുള്ളതാണ്. ഒന്നും അറിയില്ല. ആഴ്ചകൾ പലതും പിന്നിട്ടു. അന്വേഷണം ഇപ്പോഴും അവിടെ പലരെയും ഇറക്കി അന്വേഷണം നടത്തി. ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരൊക്കെ അവിടെ ഇറങ്ങി പരിശോധനകൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ദേശീയപാതയുടെ അരികിൽ നിന്നൊരു 40 മീറ്ററോളം അകലെ പുഴയിലാണ് നാവികസേന നേരത്തെ അടയാളപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇരുമ്പ് കഷ്ണങ്ങളും കയറും ഒക്കെ ലഭിക്കാനിടയായി തീർന്നത്. ഈ വാഹനത്തിന്റെ ഉടമ ഈ കയറ് കണ്ടിട്ട് പറഞ്ഞത് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിക്കുന്ന കയറാണ് എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ ദിവസങ്ങളിൽ ഈ അന്വേഷണങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിനൊരു ശുഭപര്യവസാനം ഉണ്ടാകണം. കാരണം ആ കുടുംബം എത്ര നാളുകൊണ്ട് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തെ ജീവനോടെ ലഭിക്കുകയില്ല എന്നെല്ലാവരും ഇതിനോടകം തിരിച്ചറിഞ്ഞു. കുടുംബവും അങ്ങനെ ഒരു തിരിച്ചറിവിലാണ് നിൽക്കുന്നത്. എങ്കിലും ഈ അന്വേഷണം ലിംഗാവലിയിൽ പുരോഗമിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എലിമെന്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ദിവസമുള്ള പരിശോധനകൾ തുടരട്ടെ. നാവികസേന അടയാളപ്പെടുത്തിയ ആ സ്ഥലത്തുള്ള പരിശോധനകളൊക്കെ നടത്തി ഒരു കണ്ടെത്തൽ അത് ശുഭകരമായ നിലയിൽ അവസാനിക്കട്ടെ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഓർത്ത് വളരെ ആശങ്കയോടും വിഷമത്തോടും ഒക്കെ കാര്യങ്ങളെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന നല്ല പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ആശങ്കകളും അതുപോലെ തന്നെ പ്രതീക്ഷകളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.